നമസ്കാരം. വിവാദ കുരുക്കിൽ MLA. ദേവികുളം സബ് കളക്ടർ രേണുരാജിനോട് അപമര്യാദയായി പെരുമാറിയ എസ് രാജേന്ദ്രൻ MLAയോട് പാർട്ടി വിശദീകരണം ചോദിക്കും. തെറ്റായ പെരുമാറ്റം പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ പറഞ്ഞു. MLA മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. MLAക്കെതിരെ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകാനാണ് സബ് കളക്ടറുടെ തീരുമാനം. സർക്കാരിനോട് സർക്കാർ NOC ചോദിക്കുന്ന ആദ്യമാണ്. ഇങ്ങനെയുള്ള അതിബുദ്ധി ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ എന്താ ഉള്ളത്? ബിൽഡിംഗ് റൂൾ നോക്കേണ്ടത് പഞ്ചായത്താണ്, അവിടല്ല. ദേവികുളം സബ് കളക്ടർ രേണുരാജിനെ സ്ഥലം MLA എസ് രാജേന്ദ്രൻ പരസ്യമായി അപമാനിച്ച ഈ സംഭവമാണ് വിവാദത്തിലായത്. സബ് കളക്ടർക്ക് ബുദ്ധിയില്ലെന്നും വെറും IAS കിട്ടിയതുകൊണ്ട് കാര്യമില്ലെന്നുമായിരുന്നു വിമർശനം. റവന്യൂ വകുപ്പിന്റെ അനുമതി വാങ്ങാതെ ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് സബ് കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് MLAയെ പ്രകോപിപ്പിച്ചത്. അവിടെ വന്നവർക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ് ഇന്നലെ ഒരു IAS കിട്ടിയെന്ന് പറഞ്ഞ് അവിടെ ഇതെല്ലാം വായിച്ച് പഠിക്കണ്ടേ? MLAക്കെതിരെ വിമർശനം രൂക്ഷമായതോടെ പ്രശ്നത്തിൽ പാർട്ടി ഇടപെട്ടു. തെറ്റായ പ്രവർത്തനം അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ എന്താണ് സംഭവിച്ചതെന്ന് MLAയോട് ചോദിക്കുമെന്നും അറിയിച്ചു. MLAക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കളും രംഗത്ത് വന്നു. CPMന്റെ ജീർണതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും സബ് കളക്ടറെ അധിക്ഷേപിച്ച എസ് രാജേന്ദ്രൻ മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ നേതാക്കൾ. ബഹുമാന്യനായ ജനപ്രതിനിധിയുടെ വാക്കുകൾ CPM ഇന്ന് നേരിടുന്ന ജീർണതയുടെ ഒരു പ്രതിഫലനമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. നീതിപൂർവം സ്ത്രീകളായിട്ടുള്ള ഉദ്യോഗസ്ഥകൾക്ക് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് സർക്കാർ മാറിയിരിക്കുന്നു. എന്ത് സ്ത്രീ സമത്വമാണ് ഇനി ഈ സർക്കാരിന് അവകാശപ്പെടാനുള്ളത്? എന്ത് നവോത്ഥാനത്തെക്കുറിച്ചാണ് ഇനി ഇവർക്ക് പുരപ്പുറത്ത് കയറി പ്രസംഗിക്കാനുള്ളത് എന്ന ചോദ്യം അവശേഷിക്കുക. അതേസമയം അനധികൃത നിർമ്മാണം എതിർത്ത റവന്യൂ സംഘത്തെ തടഞ്ഞവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് രേണുരാജിന്റെ തീരുമാനം. റവന്യൂ സംഘത്തിനെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് സൂചന. എസ് രാജേന്ദ്രനെതിരെ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകാനും സബ് കളക്ടർ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. MLA അപമാനിച്ച സംഭവത്തിൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകുമെന്ന് സബ് കളക്ടർ രേണുരാജ്. തുടർ നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് തീരുമാനിക്കും. പൊതുസമൂഹത്തിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും അവർ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. MLAനെ ഫോണിൽ വിളിച്ചിരുന്നു. കുറച്ച് കാർക്കശ്യത്തോടുകൂടി തന്നെയാണ് സംസാരിച്ചത്. എന്തുണ്ടായാലും പണി നടത്തും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും MLA എന്ന് ഞാൻ പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഫോൺ മുഖാന്തരം ജില്ലാ കളക്ടറെയും റവന്യൂ സെക്രട്ടറിയെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നടന്ന സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്കും റവന്യൂ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും ഇന്ന് അയച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ് കുമാർ, ഈ കളക്ടറുമായിട്ട് സബ് കളക്ടറുമായിട്ട് എസ് രാജേന്ദ്രൻ MLA ഇങ്ങനെയൊരു വിവാദത്തിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യം എന്താണ്? എന്തിന്റെ പേരിലാണ് അദ്ദേഹം കളക്ടർ രേണുരാജിനോട് അപമര്യാദയായിട്ട് സംസാരിച്ചത്? എന്താണ് സംസാരിച്ചത്? അവരെടുക്കാൻ പോകുന്ന നടപടികൾ എന്താണ്? സനീഷ്, മൂന്നാറിൽ ആറിനോട് ചേർന്ന് പഞ്ചായത്തിൻ്റെ വക ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ നിന്നടക്കം വിലക്കുണ്ട്. അതായത് ഈ ആറിൻ്റെ വശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് NOC വേണം എന്ന ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ചട്ടം പാലിക്കാതെയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് റവന്യൂ സംഘം ആദ്യം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. എന്നാൽ പിന്നീട് ഈ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് സബ് കളക്ടറുടെ ഇടപെടലുണ്ടാവുകയും നിർത്തിവെക്കണം എന്ന കർശന നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഇതേ തുടർന്ന് റവന്യൂ സംഘം ഇത്തരത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾ അല്ലെങ്കിൽ നിർത്തിവെപ്പിക്കൽ നടപടികൾ നടത്തുന്ന സമയത്താണ് ഈ MLA എസ് രാജേന്ദ്രനും പഞ്ചായത്തിലെ ആളുകളും അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തുകയും ഇത്തരത്തിൽ സബ് കളക്ടറെ കുറിച്ച് മോശമായ രീതിയിൽ അല്ലെങ്കിൽ അധിക്ഷേപകരമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്ത് ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും വലിയ വിവാദമാവുകയും ചെയ്തു. എന്നാൽ ഇതിന് പിന്നാലെയും MLA രാജേന്ദ്രൻ
മുരളീധരൻ സബ് കളക്ടറെ വിളിച്ച് വീണ്ടും മോശമായി സംസാരിച്ചു എന്നാണ് സബ് കളക്ടർ അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞത്. വളരെ കാർക്കശ്യത്തോടുകൂടി അദ്ദേഹം സംസാരിച്ചു എന്ന് അവർ വ്യക്തമാക്കുന്നു. എന്നാൽ നിയമപരമായ നടപടികളിൽ നിന്നും താൻ പിന്നോട്ടില്ല എന്ന ഒരു വികാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു വാക്കുകൾ തന്നെയാണ് MLAയോട് ഫോണിൽ കൂടെയും അവർ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലും നടക്കുന്ന നിയമവിരുദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരായ ശക്തമായ നടപടി തുടരും എന്ന വികാരം തന്നെയാണ് അവർ ഇപ്പോഴും പങ്കുവെക്കുന്നത്. നടപടികളുമായി മുന്നോട്ട് പോകുന്നു. റവന്യൂ മന്ത്രി തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. നിയമപരമായ എന്ത് നടപടികൾ ചെയ്താലും അതിന് പിന്തുണയുണ്ട് എന്ന് അറിയിച്ചു. പരാതി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അതിനെയും പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ സംബന്ധിച്ച റിപ്പോർട്ട് നൽകും. ജില്ലാ കളക്ടറെ നിലവിൽ തന്നെ വിവരം അറിയിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ട് നൽകുന്നത്. ഒന്ന്, ഈ പുഴ കയ്യേറി NOC ഇല്ലാതെ നിർമ്മാണം. ശരി, നന്ദി അനീഷ് വിവരങ്ങൾക്ക്. ഈ വിവാദം തുടരുന്നതിനിടെ ദേവികുളം സബ് കളക്ടറെ തള്ളി വൈദ്യുതി മന്ത്രി MM മണിയും രംഗത്തെത്തി. ചില ഉദ്യോഗസ്ഥർക്ക് പിന്നിൽ മറ്റു ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ മന്ത്രിയായതിനാൽ ഇതേക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ലെന്നും MM മണി പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ മനോഭാവമുണ്ട്, അതിന് കൂട്ടുനിൽക്കുന്ന ശക്തികളുണ്ട്, അങ്ങനെ ഉണ്ട്. അത് ഒരുപാട് പ്രശ്നമുണ്ട്. പിന്നെ മന്ത്രി എന്നതിലെ ഞാൻ അന്വേഷിച്ചിട്ടേ അത് സംബന്ധിച്ച് പറയാം. വരുന്നവർ പലപ്പോഴും അവർക്ക് തോന്നുന്നതിലൊക്കെ നിലപാടെടുക്കും. വെങ്കട്ടരാമൻ മുതൽ എല്ലാവരും അങ്ങനെ നിലപാടെടുക്കുന്ന എനിക്ക് തോന്നിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് കൂടി വേണം എന്ന അവകാശവാദത്തിനിടെ മുസ്ലിം ലീഗ് നേതൃയോഗം മലപ്പുറത്ത് തുടങ്ങി. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വസതിയിലാണ് യോഗം നടക്കുന്നത്. മൂന്നാം സീറ്റിനായി കോൺഗ്രസിന് മേൽ ലീഗ് സമ്മർദ്ദം ചെലുത്താൻ ഇടയില്ല എന്നാണ് സൂചന. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, വിശദാംശങ്ങൾ എന്താണ്? ഒരിക്കൽ ആവശ്യപ്പെട്ടതിന് ശേഷം പിന്നീട് പിന്നോട്ട് പോകുമ്പോൾ എന്ത് വിശദീകരണമായിരിക്കും പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും ലീഗ് നൽകുക? സനീഷ്, നേതൃയോഗം ആരംഭിച്ച് ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുകയാണ്. ഓരോ MLAമാർക്കും പറയാനുള്ളത് നേരിട്ട് കേൾക്കുകയാണ്. അതായത് എല്ലാവർക്കും പറയാനുള്ള അവസരം നേതൃയോഗത്തിൽ നൽകുന്നുണ്ട് എന്നാണ് അറിയാനാകുന്നത്. മൂന്നാം സീറ്റ് സംബന്ധിച്ചും സമകാലീന രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ചും എല്ലാം തന്നെ വിശദമായ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ഉന്നയിക്കാൻ സാധ്യതയുള്ളത്. മൂന്നാം സീറ്റിനെ സംബന്ധിച്ച് എങ്ങനെ UDF സമ്മർദ്ദം ചെലുത്തണമെന്നതിനെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതിൽ UDF ഒരിക്കലും ലീഗ് ഇക്കാര്യം ആവശ്യപ്പെട്ടില്ല എന്ന വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ സമസ്തയും യൂത്ത് ലീഗും വനിതാ ലീഗും എല്ലാം തന്നെ മൂന്നാം സീറ്റിന്റെ ആവശ്യം പലതവണ പരസ്യമായി പ്രസ്താവിച്ചിരുന്നു. ഇത് പാർട്ടിക്ക് അർഹതയുണ്ടെന്ന് MP-മാരായ BK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും ആവശ്യപ്പെട്ടിരുന്നു, വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ മൂന്നാം സീറ്റിന് വേണ്ടി മുസ്ലിം ലീഗിൽ ഒരു വലിയ സമ്മർദ്ദം ചെലുത്തില്ല എന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. 3 സീറ്റുകൾ ചിലപ്പോൾ കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ദേശീയ തലത്തിൽ CPM-നേക്കാൾ സീറ്റ് ഒരുപക്ഷെ ലീഗിന് ലഭിച്ചേക്കും. അത് തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളും തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും ഉണ്ടാവുക. ആ ഒരു പ്രസ്താവന സൂചിപ്പിക്കുന്നത് മൂന്നാം സീറ്റിന്, കേരളത്തിൽ മൂന്നാം സീറ്റിനായി ഒരുപക്ഷെ ലീഗ് വലിയ സമ്മർദ്ദം ചെലുത്തിയേക്കില്ല. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂത്ത് ലീഗിനെയും സമസ്തയെയും ഒക്കെ എങ്ങനെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കും, എങ്ങനെ അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന കാര്യത്തിലാണ് വലിയ ചർച്ച നടക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ പാർട്ടിക്കകത്ത് ഉയരുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് യോഗം ഇപ്പോൾ ആലോചിക്കുക. വളരെ നന്ദി അനുമോദ് വിവരങ്ങൾക്ക്. മൂന്നാം സീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ലീഗിന്റെ നേതൃയോഗം തുടരുകയാണ്. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധമുള്ള മുസ്ലിം ലീഗ് മൂന്നാം സീറ്റിന് വാശി പിടിക്കില്ല എന്ന സൂചനയുമായി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ലീഗിന്റെ നേതൃത്വത്തിൽ വിശ്വാസമുണ്ട്. ലീഗ് നേതാക്കൾക്ക് ദേശീയ രാഷ്ട്രീയം നന്നായി അറിയാമെന്നും മുല്ലപ്പള്ളി മലപ്പുറത്ത് പറഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് ഞങ്ങളെപ്പോലെ തന്നെ നന്നായിട്ട് അവർക്ക് ബോധ്യമുണ്ട്. കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ടറിയാം. ലീഗ് 50 വർഷക്കാലത്തെ ബന്ധമാണ് കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ടുള്ളത്. ഐക്യ മുന്നണി സംവിധാനം കേരളത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന നടത്തിയത് മുസ്ലിം ലീഗാണ്. എന്നും ദേശീയ രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന, ദേശീയ താല്പര്യങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും സൗഹാർദ്ദപരമായ ഒരു സമീപനം തന്നെയാണ് അവർ സ്വീകരിക്കുകയെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ലീഗിന്റെ നേതൃത്വത്തിൽ എനിക്ക് എന്തെന്നില്ലാത്ത വിശ്വാസമുണ്ട് എന്നും ഞാൻ പറയട്ടെ. ബംഗാളിൽ തൃണമൂൽ MLA വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ മുൻ തൃണമൂൽ നേതാവും BJPയുടെ മുതിർന്ന അംഗവുമായ മുകുൾ റോയിയെ പ്രതി ചേർത്തു. സംഭവത്തിൽ 4 പേർ പിടിയിലായി. കൃഷ്ണഗഞ്ച് മണ്ഡലത്തിലെ MLA സത്യജിത് ബിശ്വാസാണ് വെടിയേറ്റ് മരിച്ചത്. ഫുൽവാരിയിൽ സരസ്വതി പൂജ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെയായിരുന്നു കൊലപാതകം. രാഷ്ട്രീയ വിവാദങ്ങൾ കത്തിനിൽക്കുന്ന പശ്ചിമബംഗാളിൽ ഭരണപക്ഷ MLAയുടെ കൊലപാതകവും വൻ വിവാദമാവുകയാണ്. മുൻ കേന്ദ്രമന്ത്രിയും ഒരു കാലത്ത് മമതാ ബാനർജിയുടെ വിശ്വസ്തനുമായ മുകുൾ റോയിയെ കേസിൽ ബംഗാൾ പോലീസ് പ്രതി ചേർത്തു. ഇപ്പോൾ BJPയുടെ ബംഗാളിലെ ഉന്നത നേതാവാണ് മുകുൾ റോയ്.
കേന്ദ്ര സർക്കാരിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ബംഗാൾ പോലീസിന്റെയും മമതയുടെയും ഈ പുതിയ നീക്കം വൻ കോലാഹലമാകുമെന്നുറപ്പ്. ബംഗാൾ പോലീസിൽ വിശ്വാസമില്ലെന്നും കേസ് CBI അന്വേഷിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സരസ്വതി പൂജ ആഘോഷവേദിയിൽ നിന്ന് ഇറങ്ങുന്നതിനിടെയാണ് MLAക്ക് വെടിയേറ്റത്. ആസൂത്രിത കൊലപാതകമാണെന്നും ബിശ്വാസിനെ പിന്നിൽ വളരെ അടുത്തുനിന്ന് വെടിവെക്കുകയായിരുന്നുവെന്നും ജില്ലാ പോലീസ് മേധാവി രൂപേഷ് കുമാർ പറഞ്ഞു. ബിശ്വാസിന് വെടിയേൽക്കുമ്പോൾ സംസ്ഥാന മന്ത്രി രത്ന ഘോഷും വേദിയിലുണ്ടായിരുന്നു. കൊലയ്ക്കുപയോഗിച്ച തോക്ക് കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വിമർശിച്ച കന്യാസ്ത്രീകളുടെ സ്ഥലം മാറ്റ ഉത്തരവ് പിൻവലിക്കില്ല. കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് അഡ്മിനിസ്ട്രേറ്ററുടെ അറിവോടെയാണ് പുറപ്പെടുവിച്ചത് എന്നും ജലന്ധർ രൂപത വ്യക്തമാക്കി. കുറവിലങ്ങാട് മഠത്തിൽ നിന്നും മറ്റെങ്ങോട്ടും പോകില്ല എന്ന് സിസ്റ്റർ അനുപമ വ്യക്തമാക്കി. കന്യാസ്ത്രീകളുടെ സ്ഥലം മാറ്റത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായി തുടരുമ്പോഴാണ് സ്ഥലം മാറ്റ നടപടി പിൻവലിക്കില്ലെന്ന ശക്തമായ നിലപാട് ജലന്ധർ രൂപത അറിയിച്ചത്. കന്യാസ്ത്രീകൾക്ക് കുറവിലങ്ങാട് തുടരാമെന്ന് കാണിച്ച് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അയച്ച കത്ത് വ്യക്തിപരമായ സന്ദേശം മാത്രമാണ്. സഭയുടെ അംഗീകാരത്തോടെയാണ് ഈ നടപടിയെന്ന് സഭാ വക്താവ് പീറ്റർ കാവുംപുറം അറിയിച്ചു. മേലധികാരികളുടെ ഉത്തരവ് അംഗീകരിക്കണോ തള്ളണോ എന്നത് കന്യാസ്ത്രീമാർക്ക് സ്വയം തീരുമാനിക്കാമെന്നും പീറ്റർ കാവുംപുറം വ്യക്തമാക്കി. എന്നാൽ രൂപത അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനമാണ് അനുസരിക്കുകയെന്നും സഭാ വക്താവ് പറയുന്നത് അനുസരിക്കേണ്ട കാര്യമില്ലെന്നും സിസ്റ്റർ അനുപമ. ഈ കത്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ ഉറച്ചു തന്നെ ഞങ്ങളിവിടെ കോൺവെന്റിൽ തന്നെ ഞങ്ങൾ നിൽക്കും. ഞങ്ങളുടെ കേസ് തീരുന്നത് വരെ ഈ കോൺവെന്റിൽ തന്നെ ഞങ്ങൾ നിൽക്കും. അതിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾ ഇവിടുന്ന് മാറാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുമില്ല. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ജലന്ധർ രൂപതയിലുള്ള സ്വാധീനമാണ് പുതിയ സംഭവങ്ങൾ കാണിക്കുന്നതെന്നും സിസ്റ്റർ അനുപമ പറഞ്ഞു. കാരണം ബിഷപ്പ് ആഗ്നലോയാണ് സുപ്രീമായിട്ടുള്ള അതോറിറ്റി ജലന്ധർ ഡയസിസിന് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കത്ത് ഇങ്ങനെ വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയില്ല അതിൻ്റെ പുറകിൽ എന്താണെന്ന്. കാരണം ഇപ്പോഴും ബിഷപ്പ് ഫ്രാങ്കോ തന്നെയാണോ അവിടെ അധികാരി എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ഞങ്ങളുടെ മുന്നിലും വരുന്നത്. സർക്കാരിൽ നിന്ന് കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നതായും കന്യാസ്ത്രീകൾ പറയുന്നുണ്ട്. മഠത്തിൽ നിന്ന് പോകില്ലെന്ന് കന്യാസ്ത്രീകൾ ഉറച്ച നിലപാടെടുത്തതിനാൽ സഭ എന്തു നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 കോട്ടയം. പീഡന ശ്രമത്തിന് CSI വൈദികനെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം കാഞ്ഞിരംകുളം സ്വദേശി ഫാദർ നെൽസനെതിരെയാണ് കേസ്. LMS വളപ്പിലെ പോളിയോ ഹോമിൽ വാർഡനായിരുന്ന 51-കാരിയുടെ പരാതിയിലാണ് നടപടി. ജോലിയിൽ വീഴ്ച വരുത്തിയതിന് നേരത്തെ വാർഡനെ പിരിച്ചുവിട്ടിരുന്നു. ഇതിന്റെ പ്രതികാര നടപടിയാണ് പരാതിയെന്നാണ് സഭ നൽകുന്ന വിശദീകരണം. മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. വർക്കല ശിവഗിരി തീർത്ഥാടന സർക്യൂട്ട് വേദിയിൽ കേന്ദ്ര സർക്കാരിനെയും സന്യാസിമാരെയും വിമർശിച്ച് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പദ്ധതിയുടെ നേട്ടം സ്വന്തമാക്കാൻ ചില ഗൂഢശ്രമങ്ങൾ നടന്നു എന്നായിരുന്നു മന്ത്രിയുടെ ആരോപണം. ഗൂഢനീക്കങ്ങൾ മഠത്തിന്റെ രീതിയല്ലെന്ന് സ്വാമി ശാരദാനന്ദ ഇതിന് മറുപടി നൽകി. ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിലും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഒറ്റക്കാണ് നിലവിളക്കിലെ എല്ലാ തിരികളും തെളിയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ശ്രീനാരായണ ഗുരു തീർത്ഥാടന സർക്യൂട്ട് പദ്ധതിയെ ചൊല്ലിയുള്ള വിവാദം ഉദ്ഘാടന വേദിയിലും തുടർന്നു. പദ്ധതി നിർദ്ദേശിച്ചത് സംസ്ഥാന സർക്കാരാണെന്ന് പറഞ്ഞ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇതിന്റെ നേട്ടം സ്വന്തമാക്കാൻ ഗൂഢശ്രമങ്ങൾ നടന്നെന്നും വിമർശിച്ചു. 1-2 ദിവസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പോ നടന്ന ഏതോ ചില ഗൂഢശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനെ രംഗത്തു നിന്ന് മാറ്റി നേരിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നത്. എന്നാൽ ശിവഗിരി മഠത്തിന് രാഷ്ട്രീയ താല്പര്യമില്ലെന്ന് മന്ത്രിക്ക് സ്വാമി ശാരദാനന്ദ മറുപടി നൽകി. ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ ഞങ്ങളുടെ ശ്രമങ്ങളൊന്നും ഗൂഢമല്ലായിരുന്നു. എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ശ്രമങ്ങളായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ITDC ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യങ്ങൾ ഞങ്ങൾ കേന്ദ്ര അതോറിറ്റി അറിയിച്ചു. ആ അറിയിച്ചതിന്റെ ഭാഗമായിട്ട് അത് ഈ തരത്തിൽ ചെയ്തു. ചില സ്വാമിമാർക്കെങ്കിലും പൂർവാശ്രമത്തിൽ രാഷ്ട്രീയമുണ്ടെന്നായിരുന്നു സ്ഥലം MP A സമ്പത്തിന്റെ വിമർശനം. സ്വാമിമാരായതുകൊണ്ടും ഭൗതികവാദികളായതുകൊണ്ടും അത്തരം കാര്യങ്ങളിലെല്ലാം എത്രയെല്ലാം പറഞ്ഞിരുന്നാലും മനസ്സിന്റെ ഉള്ളിലെല്ലാം ചിലപ്പോഴെങ്കിലും പൂർവാശ്രമത്തിലെ ചിന്തകളെല്ലാം കടന്നു വന്നാൽ ആരെയും തെറ്റു പറയേണ്ടതില്ല. KTDC ഒഴിവാക്കി ITDCക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. ITDCയെ ഏൽപ്പിച്ചത് ഗുണം ചെയ്യുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കണമെന്നും ഉദ്ഘാടനം നിർവഹിച്ച അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. ITDCയുടെ ഒരു ഡയറക്ടറാണ് പത്മകുമാർ. അപ്പോൾ ഇവിടുത്തെ ആളാണ്. അപ്പോൾ എല്ലാം വളരെ എളുപ്പമായി. ഇനിയിപ്പോൾ പത്മകുമാറും ITDCയുമായി ബന്ധപ്പെട്ടങ്ങ് ചെയ്താൽ മതി. പ്രിയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി ഒന്ന് മേൽനോട്ടം കൊടുത്ത് വഹിക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ പെട്ടെന്ന് തീർക്കാം. ഉദ്ഘാടനത്തിനൊരുക്കിയ നിലവിളക്കിലെ എല്ലാ തിരികളും അൽഫോൺസ് കണ്ണന്താനം ഒറ്റയ്ക്ക് തെളിയിച്ചതോടെ പദ്ധതിയിലെ കേന്ദ്ര സംസ്ഥാന തർക്കം കൂടുതൽ പ്രകടമായി.
ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമാ ടിക്കറ്റുകൾക്ക് 10% തദ്ദേശ നികുതി ചുമത്തിയതിലുള്ള എതിർപ്പ് അറിയിക്കാൻ ചലച്ചിത്ര പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കണ്ടു. മമ്മൂട്ടിയും മോഹൻലാലും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി താരങ്ങൾ പറഞ്ഞു. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മമ്മൂട്ടി, മോഹൻലാൽ, സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ, സിനിമാ സംഘടനകളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ നികുതി ചുമത്തിയാൽ സിനിമാ മേഖലയ്ക്കുണ്ടാകുന്ന തിരിച്ചടി അവർ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ. കേരളത്തിൽ ഏർപ്പെടുത്തിയ 10% എന്റർടൈൻമെന്റ് ടാക്സ് ഇളവ് വരുത്തണമെന്നും മലയാള സിനിമാ വ്യവസായം കുറെ കൂടി ശക്തമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുമാണ് അദ്ദേഹത്തോട് എല്ലാവരും അഭ്യർത്ഥിച്ചത്. അദ്ദേഹത്തിന് ആ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് അദ്ദേഹം ഇത് ക്യാബിനറ്റിലും വേണ്ട വേദികളിലും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് സിനിമാ വ്യവസായത്തിന് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ ഒരു നടപടി ഉണ്ടാകും. നിലവിൽ 100 രൂപയ്ക്ക് താഴെയുള്ള ടിക്കറ്റുകൾക്ക് 12%, മുകളിലുള്ള ടിക്കറ്റുകൾക്ക് 18%മാണ് GST. 10% തദ്ദേശ നികുതി കൂടി വന്നാൽ ടിക്കറ്റ് നിരക്ക് വലിയ തോതിൽ ഉയരും. ന്യൂസ് 18 കൊച്ചി. 13 പേരുടെ ജീവനെടുത്ത തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നത് വനം മൃഗസംരക്ഷണ വകുപ്പുകളുടെ ഉത്തരവ് മറികടന്ന് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി ആനയെ തൃശൂർ പൂരത്തിനും പങ്കെടുപ്പിക്കാനാണ് നീക്കം. നിയമലംഘനം തടയേണ്ട അധികൃതർ അനങ്ങുന്നുമില്ല. ആരോഗ്യ പ്രശ്നങ്ങളുള്ള നാട്ടാനകളെ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കരുതെന്നാണ് നിയമം. 2016 ഫെബ്രുവരിയിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവിൽ ഇക്കാര്യം അടിവരയിട്ട് പറയുന്നു. വനം വകുപ്പിന്റെ ഉത്തരവ് മറികടന്ന് ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളുള്ള നാട്ടാനകളെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നുണ്ട്. എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് കഴിഞ്ഞ ദിവസം തൃശൂരിൽ സ്വകാര്യ ചടങ്ങിനെത്തിച്ച തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചവിട്ടിയരച്ചത് 2 ജീവൻ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അക്രമകാരിയായ രാമചന്ദ്രൻ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആന കൂടിയാണ്. കാഴ്ചശക്തി നന്നേ കുറഞ്ഞ ഈ ആന 10 വർഷത്തിനിടെ കൊന്നുതള്ളിയത് 13 പേരെയാണ്. 2013 പെരുമ്പാവൂരിലെ ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞ രാമചന്ദ്രൻ 3 പേരെയാണ് കുത്തിക്കൊന്നത്. ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന, ഏറ്റവും കൂടുതൽ മതപ്പാടുള്ള അന്ധനായ ഒരു ആനയാണ് തെച്ചിക്കോട് രാമേന്ദ്രൻ എന്ന് പറയുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെയും സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറുടെയും ഉത്തരവിൻ പ്രകാരം ആ ആനയ്ക്ക് ഒരു കണ്ണിന് പൂർണ്ണമായ അന്ധതയും മറുകണ്ണിന് പകുതിയോളം അന്ധതയും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഴുന്നള്ളത്തുകളിൽ നിന്നും മറ്റു ഉത്സവങ്ങളിൽ നിന്നും അതിനെ മാറ്റി നിർത്തണമെന്നുള്ള ഉത്തരവുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. തെച്ചിക്കോട്ട് രാമചന്ദ്രനെ മതിയായ പരിശോധന നടത്താതെ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കരുതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് മറികടന്നാണ് കഴിഞ്ഞ ദിവസം തൃശൂർ കോട്ടപ്പടിയിൽ ഗൃഹപ്രവേശനത്തിന് മോടി കൂട്ടാൻ ആനയെ കൊണ്ടുവന്നത്. വലതുകണ്ണിന് പൂർണ്ണമായും ഇടതുകണ്ണിന് ഭാഗികമായും കാഴ്ചയില്ലാത്ത രാമചന്ദ്രനെ ഇത്തവണയും പൂരത്തിനിറക്കാനും നീക്കം നടക്കുകയാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. കേരളത്തിലും CPM-മായി തെരഞ്ഞെടുപ്പ് ധാരണയ്ക്ക് തയ്യാറാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അക്രമം അവസാനിപ്പിക്കുകയും ആയുധം താഴെവെക്കുകയും ചെയ്താൽ CPM-മായി ചർച്ചയാകാമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ധാരണയുടെ ആവശ്യമില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതികരിച്ചു. ബംഗാളിൽ CPM കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ധാരണയ്ക്ക് ഇരു പാർട്ടികളുടെയും കേന്ദ്ര നേതൃത്വം നേരത്തെ അനുമതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ ധാരണ കേരളത്തിലുമാകാമെന്ന മുല്ലപ്പള്ളിയുടെ പ്രസ്താവന. ഡയലോഗൊക്കെ നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. CPM തയ്യാറുണ്ടോ? പക്ഷേ ഒരു കണ്ടീഷൻ, ഇതാണ് കണ്ടീഷൻ. അക്രമം അവസാനിപ്പിക്കാൻ, ആയുധം താഴെ വെക്കാൻ CPM തയ്യാറാണെങ്കിൽ നാളെ തന്നെ CPM-ആയിട്ട് ഒരു ഡയലോഗിന് ഞങ്ങൾ തയ്യാറാണ്. കോൺഗ്രസിന് രാജ്യം മുഴുവൻ ഒരേ തെരഞ്ഞെടുപ്പ് നയമാണെന്നും ഇരട്ട നിലപാട് കേരളത്തിലെ CPM നേതാക്കൾ കാണുന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഞങ്ങളൊക്കെ തന്നെ നെഹ്റുവിൻ സമീപനക്കാരാണ്. നെഹ്റു കമ്മ്യൂണിസത്തിന്റെ ശത്രുവല്ല. അദ്ദേഹം പറഞ്ഞത് ഐ എം എ കമ്മ്യൂണിസ്റ്റ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ബട്ട് ഐ എം എ കമ്മ്യൂണിസ്റ്റ് മൈനസ് വയലൻസ്. അത് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ്. അതേസമയം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിർദ്ദേശം CPM തള്ളി. കേരളത്തിൽ അത്തരം ധാരണയുടെ ആവശ്യമില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. വർഗീയതയെ എതിർക്കുക എന്നതിനൊപ്പം പാർലമെന്റിൽ ഇടതുബലം കൂട്ടുക എന്നതും പാർട്ടിയുടെ നയമാണെന്ന് MA ബേബി. അങ്ങനെ പറയേണ്ട തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിൽ കോൺഗ്രസിനും UDF-നും LDF-നെതിരായിട്ട് നല്ല നിലയിൽ മത്സരം നടത്താനൊക്കെയുള്ള ശേഷി ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ കോൺഗ്രസും LDF-ഉം തമ്മിൽ കേരളത്തിൽ ഒരു ധാരണ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബംഗാളിൽ കോൺഗ്രസ് അല്ല ഇപ്പോഴുണ്ടായിരിക്കുന്ന ധാരണയ്ക്ക് പിന്നാലെ നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇരു നേതാക്കളും ലക്ഷ്യം വെക്കുന്നത് ഒന്നു തന്നെ.
മതേതര കക്ഷികളുടെ യോജിപ്പിന് തടസ്സം നിൽക്കുന്നത് CPM ആണെന്ന പ്രചരണം കേരളത്തിൽ ശക്തമാക്കുക. ഇത് BJP വിരുദ്ധ വോട്ടുകൾ അനുകൂലമാക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. പിണറായി വിജയന് BJP സർക്കാരിനെ ഭയമാണെന്ന ആരോപണം കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായി ആവർത്തിക്കുന്നതും ഇതുകൊണ്ട് തന്നെ. ന്യൂസ് 18 തിരുവനന്തപുരം. BDJSന് ലഭിക്കുന്ന സീറ്റുകളിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് BJP അല്ലെന്ന് BDJS ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി. തനിക്ക് മത്സരിക്കണമെങ്കിൽ ഏത് സീറ്റ് തരാനും BJPയും RSSും തയ്യാറാകും. 5-6 സീറ്റുകൾ BDJSന് ലഭിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. ആദ്യ റൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു ഫൈനൽ ഡിസ്കഷൻ ഈ ആഴ്ച അവസാനത്തിൽ അടുത്ത ആഴ്ച ഉണ്ടാവും. അത് ഞങ്ങളുടെ സീറ്റ് ആര് മത്സരിക്കണം തീരുമാനിക്കേണ്ടത് BDJS ആണ്. അല്ലാതെ അത് BJP പറയുന്ന ആളിലല്ലല്ലോ ഞങ്ങൾ പറയുന്ന സീറ്റിൽ മത്സരിക്കുന്നത്. എനിക്ക് മത്സരിക്കാൻ ഏത് സീറ്റും കേരളത്തിലൂടെ തരാൻ BJPയുടെയും RSSന്റെയും അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം തയ്യാറാവും. അതിന് യാതൊരു സംശയം വേണ്ട. അതിപ്പോൾ അതൊക്കെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്ത് അവസാനം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ലത്. ഏറ്റവും കുറഞ്ഞത് 5 അല്ലെങ്കിൽ 6 സീറ്റിൽ ഞങ്ങൾ 6 സീറ്റ് ഞങ്ങൾ മത്സരിച്ചിരിക്കും. റഫാൽ ഇടപാടിനെ കുറിച്ചുള്ള CAG റിപ്പോർട്ട് നാളെ പാർലമെന്റിൽ വെച്ചേക്കും. ഇത് സംബന്ധിച്ച് സർക്കാർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ആശയവിനിമയം നടത്തി. ബജറ്റ് സമ്മേളനം ചൊവ്വാഴ്ച അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, റഫാൽ വിഷയത്തിൽ ഇതിനകം തന്നെ വലിയ രാഷ്ട്രീയ വിവാദമായി കഴിഞ്ഞ വിഷയത്തിൽ പുതിയ വിവരങ്ങൾ ഉണ്ടാകുമോ? റിപ്പോർട്ടിൽ എന്താണ് വിശദാംശങ്ങൾ? സനീഷ, ഇപ്പോഴുണ്ടായിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലുള്ളത് റഫേൽ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്നു, സമാന്തര ചർച്ചകൾ നടത്തുന്നു, അതിൽ വിയോജിപ്പ് പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ രേഖപ്പെടുത്തിയിരുന്നു എന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രം നൽകിയ റിപ്പോർട്ടാണ്. എന്നാൽ അന്ന് തന്നെ ഇതിന് പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ മറുപടി നൽകുകയും ചെയ്തിരുന്നു. ആ ഭാഗം മറച്ചുവെച്ചുകൊണ്ടാണ് പത്രവാർത്ത പുറത്തു വന്നത് എന്നായിരുന്നു പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ രേഖാമൂലം പാർലമെന്റിൽ വ്യക്തമാക്കിയത്. പ്രതിരോധ മന്ത്രി അതിന്മേൽ നടത്തിയ നോട്ട് ഉൾപ്പെടെ നിർമ്മല സീതാരാമൻ പാർലമെന്റിനെ അറിയിക്കുകയും ചെയ്തതാണ്. അതേസമയം ഈ ഒരു ആരോപണത്തോടു കൂടി തന്നെ പ്രതിപക്ഷം വീണ്ടും റഫേൽ വലിയ ആയുധമാക്കി മാറ്റുന്ന സാഹചര്യമുണ്ട്. നേരത്തെ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവനയിൽ CAG റിപ്പോർട്ട് തയ്യാറായതാണ് എന്നും ഇത് പാർലമെന്റ് പരിശോധിച്ചതാണ് എന്നുമുള്ള പരാമർശം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ സമീപനമെന്നും പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ കോടതിയെ വിധി പ്രസ്താവത്തിൽ നിന്ന് ഈ ഭാഗം മാറ്റണമെന്നും CAG റിപ്പോർട്ട് തയ്യാറാണ് എന്ന് മാത്രമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് എന്നുമായിരുന്നു അന്നത്തെ വിശദീകരണം. ആ നിലയിൽ തയ്യാറായ റിപ്പോർട്ട് തന്നെയായിരിക്കും ഇന്ന് അടുത്ത ദിവസങ്ങളിൽ പാർലമെന്റിൽ സമർപ്പിക്കുക. നന്ദി അഭിലാഷ് വിവരങ്ങൾക്ക്. ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ? പുതിയ പദവിയുടെ പകിട്ടിൽ തിളങ്ങുന്ന KC വേണുഗോപാൽ ആലപ്പുഴയിൽ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമോ? ജയസാധ്യതയുള്ള ജനറൽ സെക്രട്ടറിമാർക്ക് മത്സരിക്കാൻ AICC അനുമതി നൽകിയ സാഹചര്യത്തിൽ KC വേണുഗോപാലിന് തന്നെയാണ് സാധ്യത. മറുഭാഗത്ത് LDF ഇനിയും മനസ്സ് തുറന്നിട്ടില്ല. വനിതയോ സിറ്റിംഗ് MLAയോ ബഹുജന സംഘടനാ നേതാവോ തീരുമാനമായിട്ടില്ല. BJP ആകട്ടെ ആലസ്യത്തിലുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ കാറ്റാണ് ആലപ്പുഴ ജില്ലയിൽ എപ്പോഴും വീശുക. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പാവുമ്പോൾ ആ കാറ്റിന്റെ ഗതി ഭൂരിഭാഗം സമയവും വലത്തോട്ടാണ്. സിറ്റിംഗ് MPമാർക്ക് മത്സരിക്കാൻ അനുമതിയുണ്ടായിരുന്നെങ്കിലും സംഘടനയുടെ ചുമതല ലഭിച്ചതോടെ KC വേണുഗോപാലിന്റെ കാര്യത്തിൽ തീരുമാനം വീണ്ടും ഹൈക്കമാൻഡിന്റെ കോർട്ടിലായി. ജയസാധ്യതയുള്ള ജനറൽ സെക്രട്ടറിമാർ മത്സരിക്കണമെന്ന പുതിയ തീരുമാനം വന്നതോടെ ഇനി ആഗ്രഹിച്ചാലും KC വേണുഗോപാലിന് ഒഴിയാനാകില്ല. പരാജയഭീതി മൂലമെന്ന പഴി കേൾക്കേണ്ടി വരും. DCC മുന്നോട്ട് വയ്ക്കുന്നതും KCയുടെ പേര് തന്നെ. പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെങ്കിലും അദ്ദേഹം മറിച്ചൊരു കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും ശക്തനായ ഒരു പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സർവ്വതാ യോഗ്യൻ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ പാർട്ടിയാണ് ഒഫീഷ്യലായി പ്രഖ്യാപിക്കുന്നത്, പാർട്ടിയാണ്. പക്ഷേ KC വേണുഗോപാലിന് ഈ ജില്ലയുടെ പാർട്ടിയുടെ പരിപൂർണമായ പിന്തുണയുണ്ട്, ജനങ്ങളുടെ പിന്തുണയുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ നേതാവാണ്. G. സുധാകരനും തോമസ് ഐസക്കുമായിരുന്നു LDFന്റെ ആദ്യ പേരുകൾ. പിന്നീട് അരൂർ MLA AM ആരിഫിന്റെയും CS സുജാതയുടെയും പേരുകൾ കൂടി വന്നു. MLAമാർ മത്സരിക്കേണ്ടതില്ലെന്ന് പ്രഖ്യാപിച്ച G. സുധാകരൻ സ്വന്തം പേരും AM ആരിഫിന്റെ സാധ്യതയും ഒരേ സമയം വെട്ടാൻ ശ്രമിച്ചു. എങ്കിലും KC വേണുഗോപാലിനോട് കിടപിടിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് AM ആരിഫിന് തന്നെയാണ് സാധ്യത. KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കാം. അതിനെ പറ്റിയൊരു കാൻഡിഡേറ്റ് ആയിരിക്കും നമ്മൾ നിർത്തുക. ആരാണ് സാധ്യത?
ഡോക്ടർ KS മനോജിനെയും നടൻ മുരളിയെയും ഇറക്കി മുമ്പ് ആലപ്പുഴയിൽ പരീക്ഷണം നടത്തിയ CPM ഇത്തവണ പുതുമുഖത്തെ ഇറക്കിയാലും അത്ഭുതപ്പെടാനില്ല. ശബരിമല പ്രക്ഷോഭത്തിന്റെ ആവേശമൊന്നും ആലപ്പുഴയിൽ BJPയെ ആലസ്യത്തിൽ നിന്ന് ഇതുവരെ ഉണർത്തിയിട്ടില്ല. ജില്ലയിൽ സ്വാധീനമുള്ള BDJS ആകട്ടെ മത്സരരംഗത്തുമില്ല. KC വേണുഗോപാൽ എന്ന പടക്കുതിരെ പിടിച്ചുകെട്ടാൻ AM ആരിഫ് എന്ന തുറുപ്പുചീട്ടാണ് ഇടതുപക്ഷം ഇറക്കുന്നതെങ്കിൽ ആലപ്പുഴയിൽ ഇത്തവണ നടക്കാൻ പോകുന്നത് തീപാറുന്ന ഒരു ഗ്ലാമർ പോരാട്ടം തന്നെയായിരിക്കും. ക്യാമറമാൻ കണ്ണൻ പ്രസേനൊപ്പം ശരണ്യ സ്നേഹജൻ, News 18.